നമസ്കാരം. 2023 എന്ന പുതുവർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി പറയുവാൻ സാധിക്കും. അത്തരത്തിൽ അനിഴം നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. അനിഴം നക്ഷത്രക്കാരെ തേടിയെത്തുന്ന നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇത് സമ്പൂർണമായ ഫലമല്ല. ആ കാര്യം ഏവരും ഓർത്തിരിക്കുക. സമ്പൂർണമായ നിങ്ങളുടെ പുതുവർഷ ഫലം മറ്റൊരു വീഡിയോയായി ചെയ്യുന്നതാണ്. ഇത് തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന ഒരു വീഡിയോയാണ്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ ഫലങ്ങൾ കേൾക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അനിഴം നക്ഷത്രക്കാർക്ക് 2024 എന്ന പുതുവർഷം ശുഭകരം തന്നെയാകുന്നു. വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന അവസരമാണ് ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. അല്പം കഴിയുകയാണ് എങ്കിൽ ശനി കൂടി അനുകൂലമായി മാറും. അതും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒരു കാര്യമായി മാറും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതേപോലെ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലെ ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് മാറുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ജൂൺ വരെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളിൽ പ്രതീക്ഷിച്ച അത്രയും സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല. എന്നാൽ ജൂണിന് ശേഷം വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. ഈ സമയം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്താനും അത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണ് ജൂണിന് ശേഷം വന്നു ചേരുക. നിങ്ങൾക്ക് പുതുവർഷത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ഈ വർഷം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമം നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും. അതിനാൽ വിവാഹം മുടങ്ങുന്നവരാണ് എങ്കിൽ പോലും അവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ ഈ വർഷം വന്ന് ചേരാവുന്നതാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ചില സബ്ജക്റ്റുകൾ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് പെട്ടെന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. മാനസികപരമായ സൗഖ്യം വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും കാണുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹ സാഫല്യം വന്ന് ചേരാവുന്ന ഒരു വർഷം കൂടിയാണ് 2024. കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സന്താനഭാഗ്യം ഈ വർഷം ദമ്പതികൾക്ക് വന്ന് ചേരുന്നതാകുന്നു. സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം സൽസന്താനങ്ങളെ തന്നെ ലഭിക്കും. പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പൂർവികമായ സ്വത്ത് ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള വർഷം കൂടിയാണ് ഇത്. കൂടാതെ വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ഭവിക്കും. കൂടാതെ മത്സര പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം എന്ന പ്രത്യേകതയും ഉണ്ട്. കൂടാതെ ദാമ്പത്യ സൗഖ്യം വന്നു ചേരും. ചില തർക്കങ്ങൾ ഉടലെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ദാമ്പത്യ സൗഖ്യം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്.
സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകും. അത്തരം സന്തോഷങ്ങൾ മനസ്സിൽ നിറയുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ആരോഗ്യപരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ രോഗങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കും, ശമനമുണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പുതിയ വീട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി വന്ന് ഭവിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അത് വിവാഹമാകാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മംഗളകർമ്മങ്ങളാകാം. ആ കാര്യങ്ങൾ നടക്കുന്ന ശുഭകരമായ വർഷം കൂടിയാണ് 2024. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. ആവശ്യമായ സമയത്ത് ചില സഹായങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരും. അതേപോലെ തന്നെ ലാഭം ജീവിതത്തിലേക്ക് കടന്നു വരും. അമിതമായ ലാഭം തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായും നിങ്ങളുടെ വിജയ സാധ്യത അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അനുകൂലമാകുവാൻ സഹായകരമായി മാറും. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കേണ്ടതാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അതേപോലെ തന്നെ മറക്കാൻ പാടില്ലാത്ത ദേവത കുടുംബദേവതയാകുന്നു. ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ ആപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ തീർച്ചയായും ആദ്യം എത്തുക കുടുംബദേവതയാകുന്നു. കുടുംബദേവതയെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ ഒരു ആപത്തും നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. അതിനാൽ സാധിക്കുന്നവർ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. പ്രധാനമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും.